സബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വായക്കാട് ദാറുൽ അറബിക് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ അബ്ദുസ്സലാം മാഷാണ്. അബ്ദുസ്സലാം മാഷ് നമ്മുടെ ബയോഗ്യാസ് പ്രവർത്തനങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ വേസ്റ്റായി പോകുന്ന വസ്തുക്കളിൽ നിന്ന് അതിനെ റീ എനർജി ഉപയോഗിച്ച് ഒരു നല്ല പാഠം നമ്മോട് കാണിച്ചു തരികയാണ്, അനുഭവത്തിലൂടെ പറഞ്ഞു തരികയാണ്. സലാമാഷോട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്നാണ് ഇത് തുടങ്ങിയത്? ഞാൻ 2014 ഇത് പ്രവർത്തനത്തിൽ തുടങ്ങിയത്. പത്രങ്ങളിലും മറ്റുള്ള ഇതിൽ നിന്നൊക്കെ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വീട്ടിൽ നടപ്പാക്കിയാലോ എന്നോർത്ത് ഞാൻ വാങ്ങി വെച്ചു. അങ്ങനെ വാങ്ങി വെച്ച് അത് ഫലപ്രദമാണെന്ന് കണ്ടപ്പോൾ, അതായത് വീട് കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, 7 സെന്റ് സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ ആ വീട്ടിലെ വേസ്റ്റ് എങ്ങനെ രണ്ടാമതൊരു ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ബയോഗ്യാസ് തുടങ്ങിയപ്പോൾ കുറഞ്ഞ നിലക്കുള്ള ഗ്യാസേ കിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഗ്യാസ് കിട്ടുന്നതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്തും, പ്രത്യേകിച്ച് ഞാനൊരു ആട് കർഷകനായപ്പോൾ ആടിന്റെ കാട്ടം എന്ത് ചെയ്യണമെന്ന് ചിന്ത വന്നപ്പോൾ അതും ഇതിൽ സംസ്കരിക്കാമെന്ന് കണ്ടപ്പോൾ അതിനും കൂടിയാണ് വാങ്ങിയത്. അതടിസ്ഥാനത്തിൽ അത് ഫലപ്രദമാണെന്ന് കണ്ടപ്പോൾ ഞാൻ NSSന്റെ പ്രോഗ്രാം ഓഫീസറായി വർക്ക് ചെയ്യുന്നപ്പോൾ കുട്ടികൾക്കും ഇതിൻ്റെ ഒരു അവബോധം നടത്തണം എന്ന ഉദ്ദേശം വെച്ച് കോളേജിന് വേണ്ടി ഇതിനേക്കാൾ വലുതൊന്ന് വാങ്ങി. അപ്പോൾ അത് ഞാൻ ആദ്യം കോളേജിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ നാക്കിൻ്റെ ഇതിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത് സ്ഥലം മാറ്റേണ്ടിയൊക്കെ വന്ന സമയത്ത് അതും കൂടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക്, അതൊരു 8 വർഷമായി. അപ്പോൾ ഇത് രണ്ടും ഇപ്പം വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കതുകൊണ്ട് ഉപകാരമാണെന്നാണ് ഉള്ളത്. 2-3 നിലക്കുള്ള ഉപകാരങ്ങളുണ്ട്. ഒന്ന് ഗ്യാസ് കിട്ടുന്നു, പിന്നെ ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സ്ലറി നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറികളും അതേപോലെ തന്നെ ഈ ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന കൃഷികളൊക്കെ നന്നായി വളരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രയോജനം. പച്ചക്കറി വേസ്റ്റ്, നമ്മൾ ഇറച്ചി വാങ്ങിയ മാംസം, പിന്നെ ചോറിന്റെ ബാക്കി വന്നാൽ ഇങ്ങനെയുള്ള എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഈ നാരങ്ങയും ഉള്ളിത്തോടും തൂവലുകളും അല്ലാത്ത എല്ലാം നമുക്ക് ഇതിൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്നും നമ്മൾ അതിൻ്റെ അടുത്ത് വന്നു നോക്കുകയും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് നമുക്കൊരു 10 കിലോ ബക്കറ്റ് ഇതിൽ നമുക്ക് 10ന്റെ ഒരു ബക്കറ്റ് നിറച്ചുള്ള സാധനങ്ങൾ നമുക്ക് ഓരോ ദിവസവും ഒന്നിലിടാൻ കഴിയും. ഒന്നിൽ 15 കിലോന്, ഒന്നിൽ 10, അങ്ങനെ 15, വലുതിൽ 15 കിലോ വരെ പോകും. അത്ര വെള്ളവും നമ്മൾ എത്രയാണോ വേസ്റ്റുകൾ ഇടുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് രണ്ടും കൂടി ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പുറത്തോട്ട് സ്ലറി കിട്ടും. അതും ബക്കറ്റിലാക്കി നമുക്കത് കൊണ്ടുപോയി ചെടികൾക്കൊക്കെ നിരട്ടൊഴിച്ചു കൊടുക്കാം. കത്തിയിലാണ് വരുന്നതെങ്കിൽ അതൊന്ന് വെള്ളം പറഞ്ഞ് നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അതിങ്ങനെ നന്നായി വളരും. എന്നും നമ്മൾ കെയർ ചെയ്യണം. കാരണം നമ്മൾ സാധനം കൊണ്ടുവന്നിട്ടും വേണം, എടുക്കുകയും വേണം. പിന്നെ കൊതുക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നെറ്റ് ഉപയോഗിക്കണം. കാരണം ഈ വെള്ളത്തിൽ നിന്നാണ് ഇത് പൊന്തി വരുന്നത്. ഈ ഗ്യാസ് പൊന്താൻ വേണ്ടി ഇടയിലുള്ള ആ സ്പേസ് വെള്ളം കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഒരേ ലെവലിൽ നിന്നാൽ ഇത് ഇതായി പോകും. അപ്പൊ ഗ്യാസ് ശരിക്കും മൂവ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും രാവിലെ ഈ ബേസ് ഒക്കെ വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ, ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിലൂടെ അതിൽ നന്നായി വർക്ക് ചെയ്യും. ഞാനിപ്പോ എനിക്കിതിൽ വീട്ടിലെ വേസ്റ്റ് മതിയാവാതെ വന്നതുകൊണ്ട് പുറത്തുനിന്ന് ഇപ്പൊ പച്ചക്കറി പീടികളിൽ നിന്ന് അവരുപേക്ഷിക്കുന്ന വേസ്റ്റുകളും കൂടി ഇതിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതെ, ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളാണ്. സ്ലറി ഉപയോഗിച്ച് ഞാൻ ഈ ചേമ്പ്, ഇഞ്ചി, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, ഇതൊക്കെ ഇപ്പൊ ഇതിൽ നിന്ന് കിട്ടിയ വസ്തുക്കളാണ്. കണ്ടില്ലേ, കൂവ കൃഷി ചെയ്യുന്നുണ്ട്. അത് കൂവ കൃഷി, അതായത് ഇതൊക്കെ ഈ ചേമ്പുകളാണ്. ചേമ്പ് നമ്മളെ ഇത് നല്ല വലിയ കൈകളാകാൻ കാരണം ഇതിന്റെ വളം കൊണ്ടാണ്. ഇതൊക്കെ അതേപോലെ കാവുത്ത്, ഇതിങ്ങനെയുള്ള സാധനങ്ങൾ നമ്മള് ഇപ്പൊ ആരും ഇങ്ങനെ കൃഷി ചെയ്യാത്ത ഈ കാവുത്തുകൾ, ഭൂമിന്റെ അടിയിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള കുറെ സംഗതികൾ. ഇത് ഉപയോഗിക്കുന്നതിനുള്ള മെച്ചം ഇത്രയും വലുതായി വരുന്നുണ്ട്. ഞങ്ങൾ കുറെ ഉപയോഗിച്ചു പോയി. പക്ഷെ ഇപ്പം കുറച്ച് മാത്രമേ ഇവിടെ ബാലൻസ് ഉള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു മന്ത്രി MLA അവാർഡൊക്കെ കിട്ടിയിരുന്നു. അത് ഞാൻ കോളേജിലെ കുട്ടികളെയുമായിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ, പിന്നെ ചെറിയ സ്കൂളിലെ കുട്ടികൾ സ്കൂളിൽ വരികയും കുട്ടികളുടെയും ടീച്ചർക്കും ഞാൻ ഇതിനെക്കുറിച്ച് നല്ലൊരു പാഠം കൊടുക്കുകയും അവർക്കും ഇത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇതിലുമായിട്ട് ഞാൻ ഏറ്റവും നല്ല അധ്യാപകരിൽ കൃഷി എന്ന നിലക്ക് MLA അവാർഡ് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും നേരം ഈ സബ് ന്യൂസിനോട് ഇതിന്റെ ബയോഗ്യാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞതിന് വളരെ നന്ദി. ആയിക്കോട്ടെ, ശരി.